നമസ്കാരം, എൻ്റെ പേര് സുധിൻ. ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ക്യാപ്ഷൻ വായിച്ചു കാണും. വെള്ളപ്പൊക്കത്തിന് ശേഷം എൻ്റെ വാഴകൾക്കുണ്ടായ മാറ്റങ്ങൾ, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഏകദേശം 300 വാഴകളാണ് നമ്മുടെ ഈ സ്ഥലത്ത് വെച്ചിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തെങ്ങും ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 70 തെങ്ങോളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും വെള്ളപ്പൊക്കത്തിന് മുമ്പ് എനിക്ക് വാഴക്കൃഷി നല്ല ലാഭമായിരുന്നു. പക്ഷേ വെള്ളപ്പൊക്കത്തിന് ശേഷം എൻ്റെ വാഴകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതെന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു പാർട്ട് 1 ആയിട്ട് നിങ്ങൾ എടുക്കണം. കാരണം പാർട്ട് 2-വിൽ ഞാനിതെങ്ങനെ തരണം ചെയ്യുന്നു എന്നതും കൂടെ ആയിരിക്കും ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളെ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ബ്ലൂ ജാവ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ബ്ലൂ ജാവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. വാഴ കൃഷി അല്ലെങ്കിൽ ഈ പറയുന്ന വാഴ ഇനങ്ങളെപ്പറ്റി അറിയുന്നവർക്ക് നല്ലവണ്ണം അറിയാം. ബ്ലൂ ജാവ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ല. എനിക്ക് ഇപ്രാവശ്യം 2 കൊലകളാണ് നമുക്ക് കിട്ടിയതിൽ നിന്ന്. ഏകദേശം നല്ല വലിപ്പവും നല്ല തൂക്കവും വരുന്ന ടൈപ്പായിരുന്നു. പക്ഷേ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ഇത് കണ്ടോ, അത് വെള്ളപ്പൊക്കത്തിന് സംഭവിച്ചതാണ്. അതായത് ഇതിന് ഞാൻ നല്ല വളമെന്ന് പറയുന്നത് നോർമലി നമ്മൾ രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ ജൈവവളങ്ങളാണ് കൂടുതലും ചെയ്തിരുന്നത്. ഞാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. അതായത് ഏത് വാഴ കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെ താഴ്വശം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കണം. വൃത്തിയായി സൂക്ഷിച്ചാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നല്ല വിത്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കുലയ്ക്ക് നല്ല വലിപ്പവും ഉണ്ടാവും. ഇതും ബ്ലൂ ജാവയിൽ തന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയ കൊലയായിരുന്നു. പക്ഷേ ഈ കൊല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം എനിക്കിത് വെള്ളപ്പൊക്കത്തിന് മുമ്പേ ഇതെനിക്ക് കൊല വെളിയിൽ വന്നതാണ്. പക്ഷേ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇതിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു. മാറ്റം ഇൻ ദ സെൻസ് നമ്മുടെ ഇതിൻ്റെ കാൽക്കൊന്നോട്ട് വലിപ്പം വെക്കുന്നില്ല. ഒരു 1.5 മാസത്തോളം നമുക്ക് 3 തവണയാണ് നമുക്ക് വെള്ളം ഈ വാഴത്തോട്ടിൽ നിന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ കൊലകൾക്ക് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ തോട്ടത്തിലെ ഏത്തവാഴയാണ്. ഏത്തവാഴയെ പറ്റി പറയുകയാണെങ്കിൽ വെള്ളം പൊങ്ങുന്നതിന് മുമ്പേ ഈ ഏത്ത കുലച്ചിട്ടുണ്ടാകും. കുലച്ച് കഴിഞ്ഞപ്പം നമുക്ക് വെള്ളം കയറി കാറ്റ്, ഇതിപ്പം കണ്ടത്തിൻ്റെ ഇറമ്പത്തായതുകൊണ്ട് നല്ല ശക്തമായ കാറ്റാണ് വരുന്നത്. അപ്പോൾ ഈ വെയിറ്റ് നമ്മുടെ ഈ വാഴയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. അപ്പം ആ സമയത്ത് എനിക്ക് മനസ്സിലായപ്പം ഞാൻ ആക്ച്വലി ഇവിടെ ഒരു മുള, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി, ഒരു മുള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മുളയെ ഇത് പിടിച്ച് നിർത്തിയില്ല. കാര്യം കാറ്റ് നല്ല രീതിയിൽ വരുന്നതുകൊണ്ടേ ഇത് ആക്ച്വലി അവിടെ കൊണ്ട് ഒടിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഇവിടം കൊണ്ടാണ് ഒടിഞ്ഞ് ഞാൻ എൻ്റെ കൊല ഇപ്പം ഞാൻ വെട്ടി മാറ്റി. ആ കൊല ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാം. പക്ഷേ എനിക്ക് ഇതിനകത്ത് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് വിത്തുകൾ നല്ല വിത്തുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ പിഴുതിന് മാറ്റണം. നല്ല വിത്തുകൾ നോക്കിയിട്ട്, വേര് ചെയ്യാത്ത വിത്തെടുത്ത് മാറ്റിയിട്ട് ഒന്ന് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് വെക്കണം. ഇതാണ് നമുക്ക് അതിലൂടെ കിട്ടിയ ഏത്തവാഴ. ആക്ച്വലി ഇത് നമുക്ക് വെള്ളപ്പൊക്കത്തിന് മുമ്പേ ഏകദേശം ഇതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പക്കുറവുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാര്യം അത്യാവശ്യം നല്ല വളർച്ചയിൽ ഇറങ്ങി വന്നതായിരുന്നു. കാരണം വെള്ളപ്പൊക്കത്തിന് മുമ്പേ ഇത് കുലച്ച് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് ഞാൻ അപ്പം കണ്ടതാണ്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ ഇതിന് പ്രൊട്ടക്ഷൻ എല്ലാം കൊടുത്തത്. പക്ഷേ ഇങ്ങനെ ഒടിഞ്ഞു പോയതുകൊണ്ട് കണ്ടോ, നമുക്ക് ആ വെള്ളവും കയറി കെട്ടിക്കിടന്നുകൊണ്ട് കൊലയുടെ വലിപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഒരു ശോഷിച്ചൊരവസ്ഥയാണ്. വലിയ തൂക്കവും ഇല്ല. പക്ഷെ നമുക്ക് ടേസ്റ്റ് കാണും. കാരണം ഞാനിതിനകത്ത് വലിയ രാസവളം കാരണം ജൈവവളം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇതിന്. ഇതാണ് നമുക്ക് വെള്ളപ്പൊക്കത്തിന് ശേഷം ഏത്തക്കൊലയുടെ അവസ്ഥ. കണ്ടോ, ശോഷിച്ചു പോയി. അതാണ് ഇതിൻ്റെ റിസൾട്ടിൻ്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് കിട്ടിയ ഏത്തക്കൊല ഉണ്ടല്ലോ, അപ്പം ഈ ഏത്തക്കൊലയുടെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വിത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കേട്ടോ, അപ്പോൾ ഈ വിത്തിന് നല്ല വിത്ത് നോക്കി, വേര് ചെയ്യാത്ത വിത്ത് നോക്കി എടുക്കണം. വിത്ത് നോക്കി എടുത്തിട്ട് വേണം നമ്മളിനി മാറ്റി വെച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ സ്ഥലം വരുന്നത് ഏകദേശം കണ്ടത്തിൻ്റെ ഇറമ്പത്തായതുകൊണ്ട് നല്ല കാറ്റാണെന്ന്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതും ഞാലിപ്പൂവൻ തന്നെയാണ് കേട്ടോ. ഈ ഞാലിപ്പൂവൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്, ഇപ്പം കണ്ടത്തിൻ്റെ ഇറമ്പത്തായതുകൊണ്ട് ഞാൻ മുള വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പൂവൻ നമുക്കറിയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രതീക്ഷിക്കാതെ വന്ന 3 ടൈപ്പ് വെള്ളമാണ് കയറി വന്നു. 3 ടൈപ്പെന്നല്ല, 3 സമയത്താണ് കയറി വന്നത്. അപ്പോൾ ഈ വാഴ കാറ്റും കൊണ്ടും ചരിഞ്ഞും കണ്ടോ ഈ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം വൃത്തിയാക്കണം. ഇനിയിപ്പം അടുത്ത സെക്കൻഡ് പാർട്ട് ഞാനത് കാണിക്കുന്നതായിരിക്കും. അടുത്ത് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് ഞാലിപ്പൂവനാണ്. ഈ ഞാലിപ്പൂവനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മാർക്കറ്റിൽ ഇപ്പം കിലോയ്ക്ക് 45 റേറ്റൊക്കെ നമുക്ക് കിലോയ്ക്ക് കിട്ടുന്നുണ്ട് കൊടുക്കുമ്പോൾ. പക്ഷേ ഈ ഞാലിപ്പൂവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, അത്യാവശ്യം കുലയ്ക്കാറായ ടൈമായി വരുന്ന സമയത്താണ് ഈ വെള്ളം കയറി വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് വേര് ചെയ്യൽ സംഭവിക്കുകയും ശേഷം നമ്മുടെ കുല കണ്ടോ വെളിയിലോട്ട് വരാതെ അതിനകത്ത് തന്നെ ഒതുങ്ങി കുടിപ്പിക്കും. കണ്ടോ, ഇത് എനിക്ക് വെള്ളപ്പൊക്കത്തെ സംഭവിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക്
എല്ലാ വാഴകൾക്കും നമുക്ക് താങ്ങ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം പറ്റത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം ഇത് കണ്ടോ, വാഴ മറിഞ്ഞെടുക്കുന്നുണ്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഞാലിപ്പൂവൻ. അതായത് 1.5 മാസമായിട്ട് നമുക്ക് ഈ ഇവിടെ 3 തവണയായിട്ട് വെള്ളം കയറിയതുകൊണ്ട് നമുക്ക് 1.5 മാസം മുമ്പ് എനിക്ക് വന്നൊരു കൊലയാണ് ഞാലിപ്പൂവൻ്റെ. അത്യാവശ്യം നല്ല നീളവും നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടും ആ കൊലയ്ക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതാണ് ഞാനൊന്ന് കാണിക്കാൻ ജസ്റ്റ് ഒന്നേ. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന റോബസ്റ്റയാണ് കേട്ടോ. റോബസ്റ്റയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല തൂക്കം കിട്ടി, നല്ല എന്താ പറയേണ്ടത്, വിലക്കുറവാണ്. മാർക്കറ്റ് നമുക്ക് 25 രൂപയും ആ റേഞ്ചൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഷുഗർ കണ്ടൻറ്റ് കുറവും നല്ല ടേസ്റ്റും ഉള്ളൊരു പഴമാണ് ഈ റോബസ്റ്റ എന്ന് പറയുന്നത്. റോബസ്റ്റയെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ പറ്റിയപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബസ്റ്റ നല്ല രീതിയിൽ കൊല വന്നായിരുന്നു. അപ്പം ഈ 1.5 മാസം ഈ വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കുകയും ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് റോബസ്റ്റ ആ വളർച്ച പെട്ടെന്ന് അതേ രീതിയിൽ അങ്ങ് സ്റ്റക്കായി പോയിട്ട് കൊലയ്ക്ക് ഈ പറഞ്ഞ കണക്ക് വലിപ്പം വെക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗ്രോത്ത് എന്ന സംഭവം അതിന് സംഭവിച്ചിട്ടില്ല. അതെങ്ങനെയാണോ നിന്ന് അതുപോലെ തന്നെ സ്റ്റേബിളായിട്ട് മുരടിച്ച് പോയി. അതാണ് ഞാനിപ്പം കാണുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തന്നെ കാണാൻ പറ്റും. ഇതാണ് ആ റോബസ്റ്റ എന്ന് പറയുന്നത്. റോബസ്റ്റയുടെ അവസ്ഥയാണ്. നമുക്കറിയാം റോബസ്റ്റയ്ക്ക് അത്യാവശ്യം നീളക്കുറവായിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കാം. പക്ഷേ ഇതിന് വിലക്കുറവാണ് മാർക്കറ്റിൽ. പക്ഷേ ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ റോബസ്റ്റ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ നല്ല നീളത്തിലും അതുകൊണ്ട് തന്നെ നല്ല തൂക്കത്തിലും കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് മുരടിച്ച് പോയി. കണ്ടോ, ആ കായുടെയൊക്കെ ഇപ്പോൾ കണ്ടോ, ഒരു കാ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഫുള്ള് മുരടിച്ച് പോയൊരവസ്ഥയിലാണ്. ഇതാണ് ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയും നേരം ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊക്കത്തിലും അല്ലെങ്കിൽ കാറ്റിൽ സംഭവിച്ച വാഴകളുടെ അവസ്ഥയാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കുറേ ജീവികളൊക്കെ ഇതിനകത്ത് വന്ന് കയറാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അണ്ണാൻ നമുക്ക് ചില കൊലകളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ സംഭവിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ആ കൊലയിനെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാലും ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു അവസ്ഥ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു ഞാലിപ്പൂവൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇതൊരു അണ്ണാൻ കാണിച്ച പണിയാണ് കണ്ടോ. ഇതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഇത് ഫുള്ള് കഴിക്കത്തില്ല, അതിൻ്റെ ഒരു സൈഡ് മാത്രം ഇവരെ കഴിച്ചിട്ട്. പക്ഷേ ഇത് നല്ല അടിപൊളി ഒരു കൊലയായിരുന്നു കണ്ടോ. പക്ഷേ അതിനിയും എടുക്കാൻ കൊള്ളത്തില്ല. അങ്ങനെ ഞാൻ ഇതുവരെ കാണിച്ചത് വെള്ളപ്പൊക്കത്തിലൂടെയും മഴയിലൂടെയും കാറ്റിലൂടെയും എനിക്ക് സംഭവിച്ച, അല്ല എൻ്റെ വാഴകൾക്ക് സംഭവിച്ച ഇഷ്യൂസൊക്കെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇങ്ങനെ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് മരങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, മറിഞ്ഞു വീഴും അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴും. ഈ ഒടിഞ്ഞു വീണിട്ട് എൻ്റെ കുറച്ച് വാഴകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ സ്ഥലത്ത് ഒരു ആഞ്ഞിലി നിൽപ്പുണ്ടായിരുന്നു. ആ ആഞ്ഞിലിയുടെ മരം മറിഞ്ഞു വീണപ്പോൾ അത് വീണത് വാഴയുടെ മണ്ടയ്ക്കെന്നുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇത് വാഴ ഒടിഞ്ഞു വീഴുകയും അതിപ്പോൾ ഞാൻ മരം മുറിച്ച് ഞാൻ കളഞ്ഞു. പക്ഷേ ഈ മുറിച്ച് കളഞ്ഞ ശേഷം അതിൻ്റെ കുറച്ച് വേസ്റ്റുകളും നമുക്കിവിടെ തന്നെ കിടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പം ഇനി ഇത് എടുത്തിനി ജൈവവളം ആക്കണം. അങ്ങനെ ഏകദേശം വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള എൻ്റെ വാഴത്തോട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാർട്ട് ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വാഴയിലുണ്ടായ വാഴക്കച്ചികളും വാഴയുടെ താഴെ അളിഞ്ഞ ഭാഗങ്ങളും എല്ലാം എടുത്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നാണ് ഞാൻ പാർട്ട് 2 കാണിക്കുന്നത്. അപ്പോൾ എന്നെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നന്ദി.